ಹಾಯ್, ಹಾಯ್. ವೆಲ್ಕಮ್ ಬ್ಯಾಕ್ ಟು ಅವರ್ ಚಾನಲ್. ಸೊ ನಾವಿವತ್ತು ಯಾವತ್ತೂ ತುಷಾರ್ ಸಿಗಲ್ಲ, ಯಾವಾಗೂ ಬ್ಯುಸಿ. ಫೈನಲಿ ಸಿಕ್ಕಿದ್ದಾನೆ. ಸೊ ಅವನ ಜೊತೆ ಒಂದು ವಿಡಿಯೋ ಮಾಡೋಣ ಅಂತ ಅಂದ್ಕೊಂಡೆ, ಈ ಟೈಮ್ ಯೂಟಿಲೈಸ್ ಮಾಡ್ಕೊಳ್ಳೋಣ. ಸೊ ಸ್ಟಾರ್ಟ್ ಮಾಡೋಣ. ಏನು ಹೇಳ್ತೀಯ? ಎಲ್ಲರೂ ಪ್ಲೀಸ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ, ಲೈಕ್ ಮಾಡಿ, ಕಮೆಂಟ್ ಮಾಡಿ. ನಿಮ್ಮ ಕಪಲು ಹೀಗೆ ಬ್ಯುಸಿನಾ ಅಂತ ಹೇಳಿ ಒಂದು ಸ್ವಲ್ಪ. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും കമൻറ്റ് ചെയ്തോളൂ, അടിച്ചു കുത്തി കമൻറ്റ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ಮಾಡಿದವರು ಪರವಾಗಿಲ್ಲ, കമൻറ്റ് ಮಾಡಿ ಎಲ್ಲರೂ. സോ ആൾക്കാരുടെ നമുക്ക് നിങ്ങളെ വ്യൂവേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷനാണ് വേണ്ടത്. ಹೌದು, നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ, അതല്ല എവിടെയെങ്കിലും പ്രോബ്ലം ആവുന്നുണ്ടോ, മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഹൗ വെൽ വി ആർ ഡൂയിങ്, what are the problems what we are doing, what is the how to solve it, improvements, how to improvise our channel. It will be great. It will be a blessing from your side. Yes. So let's start. Who gets angry first? Angry, what do you think? നീನೆ. എനിക്ക് തന്നെ ഷോർട്ട് ടെമ്പേർഡ്, പക്ഷെ നല്ല മനസ്സ്. ഏനില്ല, ഞങ്ങൾ ഈ ഷോർട്ട് ടെമ്പേർഡ് ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ്നിങ് പോലെ വന്നു, അതുപോലെ അങ്ങ് പോയി. ಜಾಸ್ತಿ ಕೋಪ. ಆಮೇಲೆ ಹೂ ಸ್ಪೆಂಡ್ಸ್ ಮೋರ್ ಮನಿ? ಐ ಡೋಂಟ್ ಸ್ಪೆಂಡ್ ಮನಿ. ಐ ಆಲ್ಸೋ ಡೋಂಟ್ ಸ್ಪೆಂಡ್ ಮನಿ. ನಾನು ಇವಾಗ ಡ್ರೆಸ್ ತಗೊಂಡೆ ಸುಮಾರು ತಿಂಗಳಾಯ್ತು. ഈ ഇടയ്ക്കാണ് യൂട്യൂബിൽ എല്ലായിടത്തും പറയുന്നത്, സ്ത്രീകളിത് പറയുമെന്ന്, ഡ്രസ്സ് എടുക്കുന്നില്ല. പക്ഷെ അവരുടെ അലമാരിയിലേക്ക് ഒരിക്കലും നോക്കരുതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത് പറയില്ല. ನಾನು ಸ್ಪೆಂಡ್ ಮಾಡಲ್ಲ ಜಾಸ್ತಿ, ಇವನು ಸ್ಪೆಂಡ್ ಮಾಡಲ್ಲ. ಒಂದು ಶರ್ಟ್ನೇ 10 ವರ್ಷ ಬೇಕಿದ್ರು ಅದನ್ನೇ ಹಾಕ್ಕೊಂಡಿರ್ತಾನೆ ಅಲ್ವಾ? ಓಕೆ, ಹೂ ಅಪಾಲೈಸಸ್ ಫಸ್ಟ್ ಆಫ್ಟರ್ ಎ ಫೈಟ್? അത് ഇപ്പം ഈ ഒരു മില്ലേനിയത്തിലെ ഒരു പ്രത്യേകതയാണ്. ലേഡീസ് വിൽ നെവർ അപ്പോളജൈസ്. ഫസ്റ്റ് നമ്മൾ തന്നെ ആയിരിക്കണം, ആണുങ്ങൾ തന്നെ ആയിരിക്കണം. ಹೌದಾ? ആണുങ്ങൾ ഇപ്പം അങ്ങനെ സിറ്റുവേഷൻ അങ്ങനെ പണ്ടത്തെ പോലല്ലോ ഇപ്പം. ಸೊ ನೀನೇ ಬಾಯ್ಸೇ ಯಾವಾಗಲೂ ಅಪಲೈಸ್ ಮಾಡ್ತಾರೆ ಅಂತನಾ? കാലെ കെട്ടിപ്പിടിച്ചിടന്ന് കരഞ്ഞ് കാല് പിടിക്കുന്നു പറയും മലയാളത്തിൽ. ഓക്കെ, വാട്ട് ഈസ് മൈ ഫേവറേറ്റ് ഫുഡ്? യുവർ ഫേവറേറ്റ് ഫുഡ് ഷുഡ് ബി ചിക്കൻ. സ്പെസിഫൈ. ಅನ್ನ. ಅಲ್ಲ, ಫೇವ್ರೆಟ್ ಫುಡ್ ಅನ್ನ. ಏನು ಅನ್ನ ನಾರ್ಮಲ್ ಆಗಿ ತಿಂತೀವಿ ಯಾವಾಗಲೂ? ഇത് മോമോസാ അല്ലേ? ಚಿಕ್ಕಿಂಗ್ಸ್ದು ಬಕೆಟ್ ಚಿಕನ್. ശരിയാ, ചിക്കൻ ಕರೆಕ್ಟ್. ಬಕೆಟ್ ಚಿಕನ್, ಅದೇ ಫ್ರೈ ಮಾಡಿ ಕೊಡ್ತಾರಲ್ಲ ಅದು. ಚಿಕನ್ಸ್, KFC, ಅದು ನಿಂಗೆ ಯಾವ್ದು ಫೇವ್ರೇಟ್ ಅಂತ ಅಂದರೆ ಚಿಕನ್ ಬಿರಿಯಾನಿ. അല്ല, ಯಾವಾಗ ನೋಡಿದ್ರು ಅನ್ನ ತಿನ್ನೋದು ಕಾಮನು. ഞാൻ പറയാത്, ಅನ್ನ ತಿನ್ನೋದು ಕಾಮನ್. നല്ല ചൂട് ചോറ്, അതിനകത്തിലേക്ക് ഇച്ചിരി സാമ്പാർ, പയറ് മെഴുക്കുവരട്ടിയോ അല്ലെങ്കിൽ തോരനോ, ഒരു പപ്പടം, 2 വായി വെള്ളം എടുത്തു. ಆ ಪಪ್ಪಡ ಸಾರು ಎಲ್ಲ ಮಿಕ್ಸ್ ಮಾಡ್ಕೊಂಡು ಹಿಂಗೆ ತಿನ್ನೋದು. ಯಪ್ಪ, അതിൻ്റെ അത്രയും രുചിയുള്ള സാധനം. അല്ലെങ്കിൽ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, ലേഡീസ് ഫിംഗർ. അതിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സാധനമില്ല ഇതുവരെ. ബാക്കിയുള്ള ഫാൻറ്റസി സമയത്തെല്ലാം തിന്നാം, അത് തിന്നാം, ഇത് തിന്നാൻ എവിടെയൊക്കെ പോകുമ്പോൾ എല്ലാം തിന്നാം. പക്ഷേ ഓൾ ടൈം കൊതി എന്ന് പറയത്തില്ലേ? ഇപ്പം ഞാൻ സിക്കാണ്, എനിക്ക് ഇപ്പോഴെൻ്റെ അടുത്ത് ചോദിച്ചാലും എൻ്റെ കൊതി എന്ന് പറയുമ്പോഴത്തേക്ക് ഹോട്ടലിൽ എവിടെ ഇങ്ങനെ നല്ല സാധനം കിട്ടും. നമ്മൾ തമിഴ്നാട് പോയി, ഞാൻ തമിഴ്നാട് പോകുമ്പോൾ ഐ പ്രിഫർ ടു ഈറ്റ് റൈസ്. ബിരിയാണിയിലും റൈസേ ഇರುತ್ತೆ താനെ, അത് വേറെ, ആ ഒരു ഫീല് വേറെ. ഇത് എക്സ്ട്രാ ഫീൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്തുണ്ടല്ലോ, പൊതിച്ചോറ്
ഇതാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമ്മ ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചെന്ന് വെച്ചോ, സ്റ്റിൽ നമ്മൾ ഇറങ്ങി ഓടുന്നത്, നമ്മൾ ലേറ്റ് ആയിരിക്കുമല്ലോ ഓൾവേസ്, ഇറങ്ങി ഓടുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു സാധനം പാത്രത്തിലോട്ട് കുറച്ച് അപ്പം അരച്ച് വെച്ചേക്കുന്ന ചമ്മന്തിയും നല്ല ചൂട് ചോറ്, ഇച്ചിരി കണ്ണിമാങ്ങ അച്ചാർ, ഇത്രയും മതി. പിന്നെ ചെറിയൊരു ഞങ്ങൾ കുഞ്ഞു ಓಲ್ಡ್ ಫ್ಯಾಷನ್ ಗೈ ಅಲ್ವಾ, അതങ്ങോട്ട് ഉടച്ചങ്ങോട്ടിട്ട് കഴിച്ച് അതിങ്ങനെ ചൂട് തിന്നിട്ട് പോകും. ಆಮೇಲೆ ರೈಸ್ ಈ ಥರ ನಿಂತರನೇ ಇರೋರು ನೋಡಿದ್ರೆ ಉಗಿಬೋದು. ಓಲ್ಡ್ ಫ್ಯಾಷನ್ ಗೈ ಅಂದರೆ. ವಾಟ್ ವಾಸ್ ದ ಫಸ್ಟ್ ಥಿಂಗ್ ಯು ನೋಟಿಸ್ಡ್ ಅಬೌಟ್ ಮೀ? അത് പണ്ട് ഇവിടുത്തെ പറയുന്ന കാര്യം തന്നെ. ഇവിടെ നടക്കുന്നതിനൊരു ഇപ്പോഴല്ല, പണ്ട് ആ ഒരു 17-18 ഇയറിൽ ഇവളുടെ ഒരു ക്യാറ്റ് വാക്കിലായിരുന്നു നടക്കുന്നത്. ക്യാറ്റ് വാക്ക് ഞാൻ അതാണ് ഇവളുടെ ഫസ്റ്റ് നോട്ടീസ് ചെയ്തത്. പിന്നൊരു കാര്യമുണ്ട്, ഞാനിങ്ങനെ പ്രപ്പോസ് ചെയ്തു ഞങ്ങളുടെ കോളേജിൽ. ഇവളെ പ്രപ്പോസ് ചെയ്യണമല്ലോ, അപ്പം ഞാൻ പോകുന്ന വഴി കാണണമല്ലോ. കാണുന്ന സമയത്ത് ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് കളർ ഡ്രസ്സ്, അതിനകത്തിൽ ഒരു ജാസ്മിൻ്റെ മാല ഇങ്ങനെ ഇട്ടുണ്ട്, ക്യാൻറ്റീനിൽ ഇങ്ങോട്ട് ഇറങ്ങി വരും. അതാണ് ഫസ്റ്റ് ഞാൻ നോട്ടീസ് ചെയ്തത്. അതിന് ശേഷമാണ് ഇവളുടെ വാക്കിംഗ് പാറ്റേൺ. എന്നെയോ ಮಾತಾಡೋದು ಜಾಸ್ತಿ, ಯಾವಾಗ ಕಿರ್ಚಾಡ್ಕೊಂಡು ಮಾತಾಡ್ಕೊಂಡು ಹೋಗೋದು, ಅದೇ ಜಾಸ್ತಿ ನೋಟಿಸ್ ಮಾಡಿದ್ದು. ಫ್ರೆಂಡ್ಸ್ ಜೊತೆ ಸೇರ್ಕೊಂಡು ಕಿರ್ಚಾಡ್ಕೊಂಡು ರೋಡ್ ಫುಲ್ಲು ನಿಂದೆ ವಾಯ್ಸು. ಹೂ ಈಸ್ ಮೋರ್ ಲೇಸಿ? ചിരി തന്നെ മനസ്സിലാക്കാണല്ലോ, ചിരി തന്നെ മനസ്സിലാക്കാണല്ലോ. അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ അവിടെ ഇരിക്കുന്നത്. ഓക്കെ. ഹൂ ടേക്സ് ലോങ്കർ ടു ഗെറ്റ് റെഡി? അത് എനിക്ക് 5 minutes. ഓബ്വിയസ് അതൊരു ക്വസ്റ്റ്യനേ അല്ല, ನಾನು ಏನು ಜಾಸ್ತಿ ಟೈಮ್ ತಗೊಳ್ಳೋದು ಅಲ್ಲ. 1 hour ಮೇಕಪ್ ಎಲ್ಲ ಮಾಡ್ಕೊಂಡು ಕೂರ್ತೀವಾ ಎಲ್ಲಿ? ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ വീട്ടിലെ കാര്യം നോക്കുമ്പോൾ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ പറയും എടി 5 o'clock വരുമെന്ന് പറയും. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വെച്ചോ, ഞാൻ പേഷ്യൻ്റൊക്കെ തീർത്ത് ഞാൻ ചിലപ്പോൾ പേഷ്യൻ്റ് ചിലപ്പോൾ അന്നേരമായിരിക്കും ഒപ്പിൽ പേഷ്യൻ്റ് വരുമ്പോൾ, അപ്പോൾ പേഷ്യൻ്റ് നോക്കിയിട്ട് സെറ്റിൽ ചെയ്തിട്ട് ഞാൻ ചിലപ്പോൾ ഒരു അരമണിക്കൂർ താമസിക്കും ചിലപ്പം. അപ്പോൾ വന്നിട്ടും നീ അതുപോലെ നിൽക്കുന്നുണ്ടായിരിക്കും, കുളിച്ചിട്ട് പോലും കാണത്തില്ല. ನಾನೇನು ಮಾಡ್ತೀನಿ ಗೊತ್ತಾ, ನೀನು ಬರೋ ತನಕ ಮಲಗಿರ್ತೀನಿ. ಇವನೇನು ಮಾಡ್ತಾನೆ ಅಂದರೆ, ಇವಾಗ 5 o'clock ಬರ್ತೀನಿ ಅಂದರೆ 8 o'clock ಬರ್ತಾನೆ. ಅದು ಬರ್ತಾನೆ ಇಲ್ವ ಅನ್ನೋದೇ ಗ್ಯಾರಂಟಿ ಇರಲ್ಲ. ಅದಕ್ಕೆ ನಾನು ಬಂದ್ಮೇಲೆ ರೆಡಿ ಆಗೋಣ ಅಂತ. പേഷ്യൻ്റ് വരുന്ന സമയത്ത് നമുക്ക് അതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒപ്പിയിൽ പേഷ്യൻ്റ് വരും, എങ്ങനെ ആയിരിക്കും, കാഷ്വാലിറ്റി ഉണ്ടോ, ಅದು ಎಲ್ಲರೂ ಹಂಗೆ ಅನಿಸುತ್ತೆ. ಅವಾಗ ನಮ್ಮ ಅಪ್ಪನೂ ಅಷ್ಟೇ, ಎಲ್ಲ ರೆಡಿ ಆಗಿದೆಯಾ ಅಂತ ಹೇಳ್ತಿದ್ರು. 6 ಗಂಟೆಗೆ ಬರ್ತೀನಿ ಅಂದ್ಬಿಟ್ಟು 8 ಗಂಟೆಗೆ ಬರೋರು. എങ്കിലും നമ്മൾ ലേറ്റായിട്ട് ഓടി വരുമായിരിക്കും, അവിടുത്തെ വിളിച്ചു പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. എന്നാലും റെഡിയാവത്തില്ല. റെഡിയാവാൻ നിന്നാലോ കുളിച്ചിട്ട് ഞാൻ പറയും എടി നീ ഇപ്പം കൊച്ചിൻ ഞാനും പെട്ടെന്ന് കുളിക്കുക, എനിക്ക് ഇതിന് എന്തോ സമയം വേണം, എന്നാൽ പെട്ടെന്ന് കുളിക്കുക. അല്ലല്ല അത് നിങ്ങൾ കുളിക്കുക. ഞങ്ങൾ കുളിച്ചിട്ട് ഞാൻ ഷർട്ടിടും, അയൺ ചെയ്തിട്ട് വല്ല ഇരിപ്പുണ്ടെങ്കിൽ അയൺ ചെയ്തിട്ടിരിക്കും, അല്ലെങ്കിൽ അയൺ ചെയ്തിട്ട് ഞാൻ ഇവനും കൂടെ 2 ഡ്രസ്സ് ഇട്ട് വരുമ്പോഴേ എനിക്ക് ഞങ്ങൾക്ക് മാക്സിമം വരുന്ന സമയം ഒരു 15 minutes എനിക്ക് ഇവനോട് ചേർത്ത്. ബാക്കി നിനക്കോ? ನನಗೇನು ಹಂಗೆ ಅನ್ಸಲ್ಲ, ನಾನು ಜಾಸ್ತಿ ಟೈಮ್ ತೊಗೋತೀನಿ ಅಂತ. അതെല്ലാം ಓಕೆ. ನೆಕ್ಸ್ಟ್, ಹೂ ಈಸ್ ಮೋರ್ ಡ್ರಾಮ್ಯಾಟಿಕ್? നീ പറഞ്ഞാൽ മതി. ಡ್ರಾಮ್ಯಾಟಿಕ್ ಅಂದರೆ ഞങ്ങൾ ആണുങ്ങളെല്ലാം ഇമോഷണലി അൺസ്റ്റേബിൾ ആണ്. ഒരു കാര്യത്തിന് അപ്രോച്ച് ചെയ്യുന്ന രീതി ഭയങ്കരമാണ്. സോ ഞാൻ തന്നെയാണ് ഡ്രാമാറ്റിക്. ഒരു കാര്യത്തിന് ഞാൻ ചിന്തിക്കും ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ನಾವು ಚಿಂತೆ ಮಾಡ್ತೀವಿ, ಆದರೆ ಹೇಳಕ್ ಹೋಗಲ್ಲ. അല്ല, വളഞ്ഞ് ചിന്തിച്ച് ഒരു കാര്യത്തിന് പല രീതിയിൽ അത് നശിപ്പിക്കും, ഇമോഷണൽ ആവും. ನೆಕ್ಸ್ಟ್, ನಮ್ಮಿಬ್ಬರಲ್ಲಿ ಇಮೋಷ್ನಲ್ ಜಾಸ್ತಿ ನೀನೇ. ಇಮೋಷನಲ್. ಬಟ್ ವಾಟ್ ಹ್ಯಾಬಿಟ್ ಆಫ್ ಮೈನ್ ಇರಿಟೇಟ್ಸ್ ಯು ಮೋಸ್ಟ್? ವಾಟ್ ಹ್ಯಾಬಿಟ್ ಆಫ್ ಯು ಟೆಲ್ ಮಿ. ನಿಂಗೇನು ಅಂದರೆ, ನೀನು ನಾವೇನಾದರೂ ಮಾತಾಡ್ತಾ ಇರ್ತೀವಲ್ವಾ, ಇದು ಫಸ್ಟ್ ಆಫ್ ಆಲ್ ನಾವು ಕನ್ನಡ ಮಲಯಾಳಂ ಅಲ್ವಾ, ನಾವು ಕನ್ನಡ ಏನಾದರೂ ಮಾತಾಡಿದರೆ ಅದು ಕಂಪ್ಲೀಟ್ ಆಗೋಕ್ಕಿಂತ ಮುಂಚೆನೇ, ನಾವು ಕಂಪ್ಲೀಟ್ ಆಗೋಕ್ಕಿಂತ ಮುಂಚೆನೇ ನೀನೇನೋ ಒಂದು ತಿಳ್ಕೊಂಡು ಅದಕ್ಕೇನೋ ಒಂದು ರಿಯಾಕ್ಟ್ ಮಾಡಿರ್ತೀಯ. ಅದು ಇರಿಟೇಟ್ ಆಗುತ್ತೆ. ಫಸ್ಟು ಕರೆಕ್ಟಾಗಿ ಕಂಪ್ಲೀಟಾಗಿ ಕೇಳಿಸ್ಕೋಬೇಕು,
ಆಮೇಲೆ ಅರ್ಥ ಮಾಡ್ಕೊಂಡು ಮಾತಾಡಬೇಕು. ಏನೋ ಒಂದು ವರ್ಡ್ ಹೇಳಿರ್ತೀವಿ ಫಸ್ಟು, ಅದನ್ನೇ ಇಟ್ಕೊಂಡು ಅದಕ್ಕೆ ಫಸ್ಟ್ ನೀನು ರಿಯಾಕ್ಟ್ ಮಾಡಿಬಿಡ್ತೀಯ, ಅದು ഇറിറ്റേറ്റ് ആಗುತ್ತೆ. എനിക്കും അതുപോലെ തന്നെ. എനിക്ക് വേറെ ഒന്നുമില്ല, എനിക്ക് ഇവൻ്റെ കാര്യം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഓൺ ദ സ്പോട്ട് എനിക്ക് ചെയ്ത് കിട്ടണം. അതൊരു കെട്ടിയിട്ടെ ಅಷ್ಟೇ. ಓಕೆ. ಹೂ ನೋಸ್ ಪಂಬು ಬೆಟರ್? ഒബ്വിയസ്ലി അമ്മ ഓൺലി നോസ്. 24/7 അവൻ്റെ ലോകമേ നീയാ. ഓക്കെ. സോ യു നോ ഹിം ബെറ്റർ. ಓಕೆ. ವಾಟ್ ವುಡ್ ಐ ಬೈ ಇಫ್ ಐ ಸಡನ್ಲಿ ಗೆಟ್ 10K? You might buy some gadgets, dresses, for sure. യൂട്യൂബ് എന്ന് പറഞ്ഞിട്ട്. ಓಕೆ. ನಿನ್ನಿಗೆ ಎಂತ ತಗೋಬೋದು ನೀನು? ಇಟ್ಕೊಬಿಟ್ಟು ನನಗೆ ಪಂಬುಗೆ ಯಾವುದಾದ್ರೂ ಒಂದು ನಿನಗಿಷ್ಟ ಇರೋದು ನಮಗಿಷ್ಟ ಇಲ್ಲದೆ ಇರೋ ಡ್ರೆಸ್ ತೆಕ್ಕೊಡ್ತೀಯ, ಆಮೇಲೆ ನೀನು ಉಳಿದಿದ್ದು ಹಂಗೆ ಇಟ್ಕೊಂಡಿರ್ತೀಯ ಅಂತ ಅನಿಸುತ್ತೆ. ಅಲ್ಲ, ಸ್ಪೆಂಡ್ ಮಾಡಬೇಕಂದ್ರೆ ನೀನು ತಿನ್ನೋದ್ರಲ್ಲಿ ಜಾಸ್ತಿ ಸ್ಪೆಂಡ್ ಮಾಡ್ತೀಯ. മാക്സിമം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കുന്നതിൽ മാത്രം, അല്ലാതെ ഐ ഡോണ്ട് സ്പെൻഡ്. ഓക്കെ. ഹൂ വുഡ് സർവൈവ് ലോങ്കർ വിത്തൗട്ട് ദ അതർ? യു വിൽ സർവൈവ്. ആണുങ്ങളുണ്ടല്ലോ വിചാരിക്കുന്നവരല്ല. ഓക്കെ. ഹൂ ഈസ് മോർ ടോക്കറ്റീവ്? ഐ ആം മോർ ടോക്കറ്റീവ്. യെസ്. ನಾನು ಮಾತೇ ಆಡಲ್ಲ. യൂട്യൂബ് തുടങ്ങിയതിന് ശേഷമാണ് ഇവളെ ഇൻ്റർനാഷണൽ ഇൻട്രോവേർട്ടായിരുന്നു. ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അതിശയപ്പെടും, സർപ്രൈസ്ഡ്. മോനോയ്ക്ക് ഇങ്ങനെയൊക്കെ പറ്റുമെന്ന്. അവൾ ആകപ്പാടെ കോളേജിൽ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥലം സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴല്ല കൊച്ചുണ്ടാവുന്നതിനൊക്കെ മുമ്പ് വരെ അല്ലേ സംസാരിക്കുന്നത് എന്നോട് മാത്രമേ ഉള്ളൂ, വേറെ ആരോടൊന്നുമില്ല. ಹಾಸ್ಪಿಟಲಲ್ಲಿ ನಾನು ಮಾತಾಡ್ತಾ ಇದ್ದೆ, അത് ഒക്കുപേഷൻ റിലേറ്റഡ്, ಆಕ್ಯುಪೇಷನಲ್. ಅല്ലാದೆ ಐ ನೆವರ್ ಸೋ ಫ್ರೆಂಡ್ಸ್ ಇಲ್ಲ, ಮಾತಾಡ್ತಾರಿಲ್ಲ. ಇವಾಗ ನಾವಿಬ್ಬರು ಏನು ಅಂತಂದರೆ, ಆ್ಯಕ್ಚುಲಿ ನಾನು ಇಂಟ್ರೋವರ್ಟ್ ಆಗಿದ್ದೆ, ಇವನು ಎಕ್ಸ್ಟ್ರೋವರ್ಟ್ ಆಗಿದ್ದ. ಬಟ್ ಇವಾಗ ಉಲ್ಟಾ ಥರ ಅನ್ನಿಸ್ತಾ ಇದೆ ನಮಗೆ ಅಷ್ಟೇ. ಆ್ಯಕ್ಚುಲಿ ಇವನೇ ಎಕ್ಸ್ಟ್ರೋವರ್ಟ್. ವಾಟ್ ಇಸ್ ಅ ಒನ್ ಥಿಂಗ್ ಐ ಆಲ್ವೇಸ್ ಸೇಸ್? ಡೋಂಟ್ ಇರಿಟೇಟ್ ಮೀ. ಓಕೆ. ನೀನು ವಿಷಕ್ಕನ್ನು ಹೊರಕೊಂಬರನ್ನು ನಿದ್ದೆ ಬರ್ತಾ ಇದೆ, ಹೊಟ್ಟೆ ಹಸಿತಾ ಇದೆ, ಅಷ್ಟೇ. ಅದೆರಡೇ ವರ್ಡ್ ಯಾವಾಗೂ ಹೇಳೋದು. ಅದಲ್ಲ നമ്മുടെ ಲೈಫಿൽ എന്തോ ഉണ്ട്. ಯಾರು ಈ ತುಷಾರ್ ಬಗ್ಗೆ ಯಾರಿಗೆ ಗೊತ್ತು, ಯಾರು ಜಾಸ್ತಿ ಇರ್ತಾರೆ ಅವ್ರಿಗೆಲ್ಲ ಗೊತ್ತಿರುತ್ತೆ. ಇವನು ಹೇಳೋದಿದ್ದೆ ಎರಡೇ, ವಿಷಕ್ಕನ್ನು ಹೊರಕೊಂಬರನ್ನು, ನಿದ್ದೆ ಬರ್ತಾ ಇದೆ, ಹೊಟ್ಟೆ ಹಸಿತಾ ಇದೆ. ಇದನ್ನ ನೋಡೋರು ನಿಂಗೆ ಗೊತ್ತಿರೋರು ಕಮೆಂಟ್ ಹಾಕಿ. ഞാൻ പറഞ്ഞത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഡോക്ടർ നിഷാന എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ട്. അവള് എക്സാക്ട്ലി ഇത് തന്നെ പറയും. ಹೌದು. ನೆಕ್ಸ್ಟ್, ಹೂ ಈಸ್ ದ ಬೆಟರ್ ಕುಕ್? മൈ വൈഫ് ഓൺലി. മൈ ವೈಫ್. ಓಕೆ. ಒನ್ಸ್ ಅಪಾನ್ ಅ ಟೈಮ್ ഞാനായിരുന്നു. ಬಿರಿಯಾನಿ ಎಲ್ಲ ಚೆನ್ನಾಗಿ ಮಾಡ್ತಾ ಇದ್ದ. ಇವಾಗ ಟೈಮ್ ಇಲ್ಲ. ಟೈಮ್ ಇದ್ದರೂ ಈ ಥರ ಹುಷಾರಿಲ್ದಾಗ ಮಾತ್ರ ಇವನಿಗೆ ಟೈಮು. ಆಗ ಬೆಡ್ ರೆಸ್ಟ್ ಅಲ್ವಾ? ಟೈಮ್ ಇದ್ದಿದ್ದೆ, ടൈം ഇരതേ ഇല്ല. പണ്ടൊക്കെ ഞങ്ങൾ ഓട്ടോമാറ്റിക്കലി വി വിൽ ലേൺ കുക്കിംഗ് മാൻ. പണ്ട് അമ്മയുടെ കോളേജിൽ പഠിക്കാൻ വരുന്ന സമയത്ത് ഞങ്ങൾ ഹോസ്റ്റലിൽ ചാടും. മലയാളി പിള്ളേരല്ലേ, ഡെഫിനറ്റ്ലി ചാടും. എന്നിട്ട് ഞങ്ങൾ ചോറും 10 കറിയൊക്കെ വെക്കുന്നത് പട്ട എന്ന് പറഞ്ഞ് വെക്കൂടി. ഓണസദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ നോ ടൈമാണ്. അമ്മയൊക്കെ അവിടെ സ്ട്രഗിൾ ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ വരി, എന്തിനാണ് അമ്മയൊക്കെ ഇത്ര സ്ട്രഗിൾ ചെയ്യുന്നത്? പണ്ട് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സാമ്പാർ വെക്കുന്നു, സാമ്പാർ എന്ന് കാണുമ്പോൾ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സാധനമായിട്ടാണ് തോന്നുന്നത്. പക്ഷേ then we started cooking man. സാമ്പാർ ടപ്പ and it was so tasty those days. ಓಕೆ. ಇವಾಗ ಯು ಮ್ಯಾರಿಡ್, ಲೈಕ್ ವಿ ಬೋತ್ ಮ್ಯಾರಿಡ್ ಡಿಫ್ರೆಂಟ್ ಸ್ಟೇಟ್ ನೋ. ಸೊ ವಾಟ್ ಡಿಫಿಕಲ್ಟ್ ಯು ಫೇಸ್ಡ್? ഇറ്റ്സ് എ വെരി കോംപ്ലക്സ് ക്വസ്റ്റ്യൻ. അതിന് തന്നെ വേണം ഒരു, there are good one things. one thing അല്ല it's a big thing. No, one thing difficult thing you faced. Culture is a big issue. Food was a big issue. ಫುಡ್, പിന്നെ ಫುಡ್ ಅಂತಂದರೆ ಇವ್ರ ಮನೇಲಾದರೆ ಒಂದು ಅಟ್ಲೀಸ್ಟ್ ಮಿನಿಮಮ್ 5 ಥರದ ಐಟಮ್ಸ್ ಇರುತ್ತೆ. ನಮ್ಮ ಕಡೆ ಹಂಗಲ್ಲ, ಅನ್ನ, ನೀರು ಸಾರು,
എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ വരുന്ന സമയത്ത് ഞാനിവിടെ ഇപ്പൊ വൈഫ് ഹൗസിലാണ് നിൽക്കുന്നത്, കൊടകിലാണ് നിൽക്കുന്നത്, വയ്യാതെ ഞാനിപ്പോൾ ലീവിലാണ്. ഇപ്പായിട്ട് അത് ആ ഒരു കാര്യം ബെറ്റർ ആയി വരുന്നുണ്ട്. ഇവിടെ ഞാൻ വരുന്ന സമയത്ത് ಅಟ್ಲೀಸ್ಟ್ എനിക്ക് എന്തെങ്കിലും 2 ಸಾധನ കിട്ടും. ಅವ್ರ ಮನೇಲಿ 5-6 ಥರದ್ದಿರುತ್ತೆ, ನಮ್ಮ ಮನೇಲಿ ಒಂದೇ ಥರದ್ದಿರೋದು ಅಷ್ಟೇ, ಬೇಳೆ ಸಾರು ಅನ್ನ ಅಷ್ಟೇ. ಜಾಸ್ತಿ ಅಂದರೆ ಉಪ್ಪಿನಕಾಯಿ, ಉಪ್ಪಿನಕಾಯಿ ഒരു ಒಂದು ಮೊಟ್ಟೆ ಅಥವಾ ಚಿಕನ್ ಇದ್ದರೆ ಬೇಳೆ ಸಾರು ಇನ್ನೊಂದು ಚಿಕನ್ ಅಷ್ಟೇ. ಅದು ಇವನಿಗೆ ತುಂಬ ಡಿಫಿಕಲ್ಟ್ ಅಂತ ನಂಗೆ ಅನಿಸ್ತು. ಬಟ್ ಇಪ್ಪ കുഴപ്പമില്ല. ನನಗೇನು ಡಿಫಿಕಲ್ಟ್ ಅಂತ ಅಂದರೆ പിന്നെ ലാംഗ്വേജ് ವಿ ವೋಂಟ್ ಅಂಡರ್ಸ್ಟ್ಯಾಂಡ್. ಲ್ಯಾಂಗ್ವೇಜ್ ನಾವು ಹೇಳೋದೇ ಬೇರೆ ಥರ ಇರುತ್ತೆ, ಅವ್ರು ಬೇರೆ ಥರ ಅನ್ಕೊಂಡಿರ್ತಾರೆ, ಅವ್ರು ಬೇರೆ ಥರ ಇರ್ತಾರೆ, ನಾವು ಬೇರೆ ಥರ ಅನ್ಕೊಂಡಿರ್ತೀವಿ. ഈവൻ ഇന്ന് രാവിലെ പോലും ഉണ്ടായ ഇൻസിഡൻ്റ് ആണ്. ഞാൻ ഇവളുടെ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഐ ഫീൽ സോ ഒഫൻഡഡ്. ഇവരെന്ത് പറയുന്നത് എനിക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ല, എങ്കിലും ಅರ್ಥ ಆಗಲ್ಲ, ಅದೇ ಭಾಷೆ ಅರ್ಥ ಆಗಲ್ವಲ್ಲ, ಅದೊಂದು അതിന് എത്ര കാലമായാലും ആ ഒരു പ്രോബ്ലം അവിടെ അങ്ങനെ കിടക്കും. ಮೈನ್ ಡಿಫಿಕಲ್ಟಿ ಇರುತ್ತೆ ಅದೊಂದು ಭಾಷೆದೊಂದು. കാര്യം ഈവൻ ഞങ്ങൾ താമസിക്കുന്നതൊക്കെ മാംഗ്ലൂരാണ്. മാംഗ്ലൂർ കന്നഡ ഈസ് വെരി എന്താ ഇറ്റ്സ് സ്ലോ ആയിട്ട് സംസാരിക്കുന്നത്. പക്ഷേ ഈ സൈഡ് ഉള്ള അങ്ങനെയല്ല, ഇറ്റ് ഈസ് വെരി ഫാസ്റ്റ് ആൻഡ് ദ ആക്സെൻസ് ഇസ് ഡിഫറെൻറ്റ്. സോ പെട്ടെന്ന് മനസ്സിലാവത്തില്ല. യെസ്. ಹೂ ಈಸ್ ಮೋರ್ ಲೈಕ್ಲಿ ಟು ಫರ್ಗೆಟ್ ಆನ್ ಇಂಪಾರ್ಟೆಂಟ್ ಡೇಟ್? ಇಟ್ಸ್ ಇನ್ಬಿಲ್ಟ್ ಮ್ಯಾನ್, ಬಾಯ್ಸ್ ಆರ್ ಲೈಕ್ ದ್ಯಾಟ್. ಹಂಗೇನಿಲ್ಲ, ಒಬ್ಬೊಬ್ಬರು ಬಾಯ್ಸ್ ಇರ್ತಾರೆ, ಅವ್ರ ವೈಫ್ದು ಏನೇ ಇದ್ರು, ಅವ್ರದ್ದು ಇಂಪಾರ್ಟೆಂಟ್ ಏನೇ ಇದ್ರು ಎಲ್ಲ ನೆನ್ಪಿಟ್ಕೋತಾರೆ. എനിക്ക് മെയിൻ വലിയൊരു പ്രശ്നം ಇದ್ರಲ್ಲಿ ಏನು ಮೇಯ್ನ್ ಅಂತಂದರೆ ನಾವಿಬ್ಬರು ಮರ್ತೋಗ್ತೀವಿ. അല്ല, എനിക്ക് വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്ക് ನಾನು ಬಾಯೋಟ್ ಹಾಕೋದು, ನಮ್ಮ ಮದುವೆ ಇವತ್ತಲ್ವಾ, ಇದು 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 ಅಂತ ಸುಮಾರು ಸಲ ಬಾಯೋಟ್ ಹಾಕಿದ್ರು ಮರ್ತೋಗಿರುತ್ತೆ. ಇಬ್ಬರು ಮರ್ತೋಗಿರುತ್ತೆ ಇಬ್ಬರಿಗೂ. പക്ഷേ ഞാൻ മറന്നു പോകാത്ത 3 കാര്യങ്ങൾ. ഒന്ന് ഇവൻ്റെ ബർത്ത്ഡേ, ನಾನಿರಲ್ಲ ಅದರಲ್ಲಿ. പിന്നെ ഇവളുടെയും എൻ്റെ അനിയൻ്റെയും ബർത്ത്ഡേ. ഞാൻ മറന്നു പോകത്തില്ലെന്ന് വിചാരിക്കും, പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം മറന്നുപോയി. ನೆನಪಿರಲ್ಲ ಇವನಿಗೆ, ಯಾವುದು ನೆನಪಿರಲ್ಲ, ನನಗೂ ಯಾವುದು ನೆನಪಿರಲ್ಲ. ಕಷ್ಟಪಟ್ಟು ಬಯೋಟ್ ಮಾಡೋಕ್ಕೆ ಟ್ರೈ ಮಾಡ್ತೀನಿ, ಡೇಟ್ಸು ನನಗೂ ನೆನಪಿರಲ್ಲ ಅಲ್ವಾ. പക്ഷേ ഇവൻ്റെ ബർത്ത്ഡേ അങ്ങനെയല്ല, ഞാൻ ഓരോ വർഷം പ്ലാൻ ചെയ്യുന്ന കാര്യം അങ്ങനെ. നെക്സ്റ്റ് വർഷത്തേക്ക് ഇങ്ങനെ ഇപ്പോഴേ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങി, എങ്ങനെ വേണം, എവിടെ പോകണം, എന്തുവാണ്. ನಾವೆಲ್ಲ ಇಂಪಾರ್ಟೆಂಟ್ ಇಲ್ಲ അങ്ങനല്ല. ಓಕೆ. ಮೈ ಝೋಡಿಯಾಕ್ ಸೈನ್? സോഡിയാക് സൈനോ? ಓಕೆ. ನಕ್ಷತ್ರ ಅನ್ನೋದ್ರು ಗೊತ್ತಾ? ചിത്തിര അല്ലേ? എൻ്റെ ಚಿತ್ರ ചിത്തിര എൻ്റെ അല്ല, എൻ്റെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പാസ്. ಬೇಡ ಬಿಡು, ഞാൻ പറയാം. ನಾನು ನಿಂದು അനിയൻ്റെ ഒരു ನೋಡೋ, ನಿಂದು ಗೊತ್ತು, ನಂದು ಗೊತ್ತಿಲ್ಲ. കുഞ്ഞിലെ പോലെ ഓർക്കുന്നതല്ലേ അത്. ಅವರು ಟೆಂಪಲ್ಗೆ ಹೋಗ್ಬೇಕಾದ್ರೆ ನಕ್ಷತ್ರ ಹೇಳಿ ಪೂಜೆ ಮಾಡಿಸ್ತಾರೆ, ಹಂಗಾಗಿ ಅವನಿಗೆ ಅವ್ನ ತಮ್ಮನ್ಗೆ. ഇല്ല, ഞാൻ പറയാം. എനിക്ക് ഞാൻ വലിയൊരു ക്ലൂ അല്ല എനിക്ക്. ഞാൻ ಬೇಡ ಬೇಡ ಬಿಡು, ನಿಂಗೆ ಗೊತ್ತಿಲ್ಲ. ഞാൻ പറയാം. ഇതിരി മറ്റേ ഇത് ഏതാ? ചിത്തിര ಅಲ್ಲ, ಚಿತ್ರ ಇದೆ ಅಗೇನ್ ಮೈನ್. ಬೇಡ ಬೇಡ, ಅದು ಬಿಡು, ನಾನು ಕಟ್ ಮಾಡ್ತೀನಿ. ನಿಂದು ಇದು ಝೋಡಿಯಾಕ್ ಸೈನ್ ಯಾವುದು ಗೊತ್ತಾ? ಅಲ್ಲ, ನಿಂದು ಮೂನ್ ಸೈನ್ ಮತ್ತು ಸನ್ಶೈನ್ ಅಂತ ಇದೆ, ಎರಡಿದೆ ಆ್ಯಕ್ಚುಲಿ. ಅದು ಇಂಗ್ಲೀಷ್ ಪ್ರಕಾರ ಮತ್ತು ಇದು ನಾರ್ಮಲ್ ನಮ್ಮದು ಇಂಡಿಯನ್ ಪ್ರಕಾರ. ನಮ್ಮದು ಇಂಡಿಯನ್ ಪ್ರಕಾರ ನಿಂದು ಕನ್ಯಾ ರಾಶಿ ಚಿತ್ರ ಅಲ್ಲ, ಅದು ನಕ್ಷತ್ರ, ಕನ್ಯಾ ರಾಶಿ. ಏನು ಇದು ಇಂಗ್ಲೀಷ್ ಪ್ರಕಾರ ನಿಂದು ಇದು ಸ್ಕಾರ್ಪಿಯನ್. ಇಂಗ್ಲೀಷ್ ಪ್ರಕಾರ ಸ್ಕಾರ್ಪಿಯನ್ನು, ಅದು ಇಂಡಿಯಾದ ಪ್ರಕಾರ ನಿಂದು ಕನ್ಯಾ ರಾಶಿ. ಇವಂದು ಕುಂಭರಾಶಿ. ಇಂಗ್ಲೀಷಲ್ಲಿ ನಾನು ನೋಡೋಕೆ ಹೋಗಿಲ್ಲ, ಇಂಗ್ಲೀಷ್ ನಮಗೆ ಅಷ್ಟೊಂದು ಇಂಪಾರ್ಟೆಂಟ್ ಅಷ್ಟೇ. ಸೊ ಇಷ್ಟ ಆಯಿತಾ? ಅಷ್ಟೇ ಆಯಿತು. ಬೈ ಬೈ, ಸಿ ಯು. ಸೊ ಸಿ ಯು. ನೀವೆಲ್ಲ ನಿಮ್ಮದು ಸಪೋರ್ಟ್ ಬೇಕು, ಎಲ್ಲರೂ ಲೈಕ್ ಮಾಡಿ, ಕಮೆಂಟ್ ಮಾಡಿ. ಡೂ ಕಮೆಂಟ್ ಪ್ಲೀಸ್. ಓಕೆ, ಪ್ಲೀಸ್ ಸಪೋರ್ಟ್ ಅಸ್, ಪ್ಲೀಸ್ ವಾಚ್ ಅಸ್. ಥ್ಯಾಂಕ್ ಯು. ಬೈ ಬೈ, ಸಿ ಯು ಇನ್ ದ ನೆಕ್ಸ್ಟ್ ವಿಡಿಯೋ. ಬೈ. Next video.